നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ സ്പേഴ്സ് വേഴ്സസ് ബ്രെൻഫോർഡ് മത്സരത്തിൽ 2-0 സ്പേഴ്സ് വിജയിച്ചു. മറ്റൊരു മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-0 ക്രിസ്റ്റൽ പാലസിനെതിരെ പരാജയപ്പെട്ടു. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പൊ രണ്ട് മാച്ചും ഒരേ സമയത്താണ് നടന്നത്. ഞാൻ പ്രധാനമായും സ്പേഴ്സിന്റെ മാച്ചാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് സ്പേഴ്സിന്റെ കളി തന്നെ തുടങ്ങാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. കാരണം സെക്കൻഡ് ഹാഫിലൊക്കെ ബ്രെൻഫോർഡ് ആണ് കളി ഡോമിനേറ്റ് ചെയ്തത്. അവരാണ് കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഫൈനൽ തേർഡിൽ കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു 2-3 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനുള്ള ചാൻസുകൾ ബ്രെൻഫോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് ഹാഫിൽ 3-4 ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ വന്നത് ഒരു 40 മിനിറ്റിന് ശേഷമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദി മാച്ച് ബ്രെൻഫോർഡ് ക്രോസ് ഇടുന്നു, നമ്മൾ ക്ലിയർ ചെയ്യുന്നു. ബ്രെൻഫോർഡ് ഷോട്ട് എടുക്കുന്നു, ഡിഫൻഡർ ബ്ലോക്ക് ചെയ്യുന്നു. ഈ ഒരു പരിപാടിയായിരുന്നു മത്സരത്തിൽ മൊത്തം എന്ന് പറയേണ്ടി വരും. അവര് കളി ഡോമിനേറ്റ് ചെയ്തു. ഒരുപാട് ക്രോസുകൾ ബോക്സിലേക്ക് ഇട്ടു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ ബ്രെൻഫോർഡ് കഴിയാതെ പോയതാണ് അവരുടെ മിസ്റ്റേക്ക്. ഇന്ന് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടുള്ള ഗോള് ഒരു ഓൺ ഗോളാണ്. സോണ് സെറ്റ് പീസിന് എടുത്തിട്ടുള്ള ഒരു ബോള് ശരിക്കും പറഞ്ഞ ഒരു പ്ലെയറുടെ പുറത്ത് തട്ടിയിട്ടാണ് പോസ്റ്റിലേക്ക് എത്തിയത്. അങ്ങനെ 1-0 ലീഡിലേക്ക് നമ്മൾ എത്തി. 1-2 ചാൻസുകളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. കൊളസസ്കി ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷേ നമ്മൾ റിച്ചാർഡ്സിന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളി വർക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല. നല്ല രീതിയിൽ വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പക്ഷേ ഇപ്പൊ ബോൾ ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാലും ഫൗൾ ഡ്രോ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാലും ഒക്കെ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യും. ഗോൾ അടിക്കുക അല്ലെങ്കിൽ ഒരു ത്രെറ്റനിങ് സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ മത്സരത്തിൽ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പക്ഷേ കുളസസ്കി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ബ്രെൻഫോർഡ് 3-4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ആ വിസക്ക് കിട്ടിയിട്ടുള്ള ഓപ്പൺ ചാൻസ് പുള്ളി എങ്ങനെയാണ് മിസ്സാക്കിയതെന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അത് ഗോൾ ആവേണ്ട ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു. കിൻസ്കയുടെ 1-2 സേവ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 2 ചാൻസുകൾ വിസയുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ എംബോമയുടെ കാര്യം എടുത്തു പറയുന്നുണ്ട്. പുള്ളിക്ക് ഇന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം പുള്ളിയിലേക്ക് ബോൾ എത്തിച്ചപ്പോ ഒരു 3-4 ഷോട്ടുകൾ പുറത്തേക്ക് പോയി. ഇടുന്ന ക്രോസുകളൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് എംബോമയുടെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അത് നല്ല രീതിയിൽ തന്നെ ബ്രെൻഫോർഡിനെ ബാധിച്ചു എന്ന് പറയേണ്ടി വരും. അങ്ങനെ സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി. കൗണ്ടറിൽ നിന്ന് സാറാണ് നമുക്ക് വേണ്ടി സ്കോർ ചെയ്യുന്നത്. ഗോൾ കീപ്പറെ നഡ്മഗ് ചെയ്തുകൊണ്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഷോട്ട് നമ്മൾ സാറിന്റെ സൈഡിൽ നിന്ന് കണ്ടു. അങ്ങനെ 2-0 ലീഡിലേക്ക് സ്പേഴ്സ് എത്തി. ഒരു ആശ്വാസകരമായ ജയമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ഒരു 4 മാച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ജയിച്ചു. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു മത്സരത്തിൽ ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ക്രിസ്റ്റൽ പാലസ്. ശരിക്കും പറഞ്ഞാൽ 67% പൊസിഷൻ യുണൈറ്റഡ് ഉണ്ടായിരുന്നു. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി 2 ഷോട്ടുകൾ മാത്രമേ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷെ കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ സെക്കൻഡ് ഹാഫിൽ 2 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് മറ്റേറ്റയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. ഒന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് കുറച്ച് ലക്കി ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്രോസ് ബാർ തട്ടി ഡിഫ്ലക്ട് ആയിട്ട് തിരിച്ചു വന്നത് മറ്റേറ്റ സ്കോർ ചെയ്തു. ഇവിടെ കുറെ ആൾക്കാർ ഒനാനയെ കുറ്റം പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒനാനക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അതെന്ന് പറയേണ്ടി വരും. 89-ാമത്തെ മിനിറ്റിൽ മറ്റൊരു ചാൻസ് മറ്റേറ്റൊക്കെ കിട്ടി. പുള്ളി അതും കൺവേർട്ട് ചെയ്തു. ഇവിടെ നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രൈക്കറോ അല്ലെങ്കിൽ കിട്ടിയ ചാൻസുകൾ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം അമോറത്തിന്റെ സൈഡിലുണ്ട്. ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിരുന്നു. ഇപ്പോ മത്തായി സ്റ്റെല്ലിനൊക്കെ യുണൈറ്റഡ് ബിഡ് ചെയ്തു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടായിരുന്നു. പക്ഷെ അതുപോലുള്ള ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്കർ വന്നാൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ തീരൂ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് എത്രത്തോളം ഡീപ്പ് ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
മറ്റൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഇൻസിഡന്റ് ലിസാൻഡ്രോ മാർട്ടിനസിന് വന്നിട്ടുള്ള ഒരു ഇഞ്ചുറി ആണ്. പുള്ളിയുടെ ഈ ഒരു ഇഞ്ചുറി എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കളിക്കാൻ പറ്റുമോ നമുക്കറിയില്ല. ഇനി അടുത്ത സീസണിൽ നോക്കിയാൽ മതി. അപ്പൊ ഡിഫൻസിൽ ഒരു ബാക്കപ്പ് വരേണ്ടതും പോസിറ്റീവാണ്. മലാസിയ ലീവ് ആവുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ബാക്കപ്പ് ഡിഫൻഡറെ യുണൈറ്റഡിന് വേണം. ഇൻ ഹാഫ് ഓഫ് ദ സീസൺ എന്തൊക്കെ സംഭവിക്കാൻ നമുക്കറിയില്ല. അപ്പൊ ഇതുപോലുള്ള ഡീപ്പ് കൺസേണിലൂടെയാണ് ഇപ്പോൾ യുണൈറ്റഡ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോ അമൗർത്തിനെ വേണമെങ്കിൽ നമുക്ക് കുറ്റം പറയാം, പക്ഷെ പുള്ളിയെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇതിലെ പല പ്ലേയേഴ്സും ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ഇത് നാളെ നന്നാവും മറ്റന്നാൾ നന്നാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഫാൻസിന് കിട്ടിയിട്ടുള്ള മറ്റൊരു അടിയാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.